നമസ്തേ, രവിയാണ്. ഞാൻ ഇന്നൊരു പോസ്റ്റിടാന്ന് കരുതിയത് നമ്മുടെ ദീപക് എന്ന് പറഞ്ഞ ഒരു ചെറുപ്പക്കാരൻ വളരെ വർഷങ്ങളായിട്ട് ഞങ്ങളുമായിട്ട് ബന്ധമുള്ള ആളാണ്. അവൻ്റെ ആത്മഹത്യ മാനസികമായി വളരെ തകർത്തിയിട്ടുണ്ട് ഞങ്ങളെ എല്ലാവരെയും. ഒരു പ്രശ്നത്തിലും ഇടപെടാതെ അവനുണ്ട്, അവൻ്റെ കാര്യമുണ്ട് എന്ന് മാത്രം നോക്കിയിട്ട് ജീവിക്കുന്നൊരു പാവം മനുഷ്യൻ, ഒരു അച്ഛൻ്റെയും അമ്മയുടെയും അത്താണി. ആൾറെഡി അവൻ്റേതല്ലാത്തൊരു കാരണം കൊണ്ട് കല്യാണം കഴിച്ചിട്ട് ഡൈവേഴ്സ് ആയതാണ്. അതിലും അവൻ നിരപരാധിയാണ്. ഭാര്യ ഇവരുടെ സുഖലോലുപത പോരാ എന്ന് പറഞ്ഞിട്ടാണ്, അവനെ പറ്റിയിട്ടൊന്നും കുറ്റം പറഞ്ഞിട്ടില്ല. അവൾ ആഗ്രഹിച്ച ജീവിതം കിട്ടുന്നില്ല എന്നുള്ള ഒരൊറ്റ കാരണം കൊണ്ട് ഡൈവേഴ്സ് ചെയ്ത് പോയതാണ്. അതിൽ തന്നെ അവൻ ഒരുപാട് മാനസികമായിട്ട് തകർന്നിരുന്നു. അവിടെ നിന്നൊക്കെ റിക്കവർ ചെയ്ത് വന്നതായിരുന്നു പാവം. ഒരു ജോലിയൊക്കെ ആയി അച്ഛനെയും അമ്മേനെയും സംരക്ഷിക്കുക, ഒരു പാവപ്പെട്ട കുടുംബം, സ്വന്തമായിട്ടൊരു വീടുണ്ടെന്നുള്ളതിൽ കവിഞ്ഞിട്ട് വേറെ പരസ്പര സ്നേഹവും ബഹുമാനവും എല്ലാവരുമായിട്ട് നല്ലൊരു പയ്യൻ അവനെ അനാവശ്യമായിട്ട് കുരുതി കൊടുത്തു. എന്തിനു വേണ്ടിയിട്ട്? തൻ്റെ വീഡിയോ ഒക്കെ റീച്ച് കിട്ടാൻ വേണ്ടിയിട്ട്. ആ വീഡിയോ ഒന്ന് കണ്ടു കഴിഞ്ഞാൽ തന്നെ അറിയാം, അത് ക്രിയേറ്റ് ചെയ്ത ഒരു വീഡിയോ ആണ്. അതായത് സ്വയം പ്രലോഭിപ്പിച്ചിട്ട് അവനെ കൊണ്ട് വശംവദയാക്കുക, അവനെ കൊണ്ട് മാക്സിമം എന്തൊക്കെ ചെയ്യാൻ പറ്റും അതിന് വേണ്ടിയിട്ടാണ് അവൾ കളിച്ചത്. പക്ഷേ വാസ്തവത്തിൽ അവൻ അവിടുന്ന് മാറിപ്പോവുക ചെയ്ത്. എന്നിട്ടും ആ കിട്ടിയ ഷോട്ട് വെച്ചിട്ട് അവൾ റീച്ച് ഉണ്ടാക്കിയപ്പോൾ ഒരു കുടുംബത്തിൻ്റെ അത്താണി നഷ്ടപ്പെട്ടു. ഇങ്ങനെയുള്ളവരെയൊക്കെ ഈ സാമൂഹ്യ മാധ്യമങ്ങളിൽ അക്കൗണ്ട് കൊടുക്കാൻ പാടില്ല. റീച്ചിന് വേണ്ടിയിട്ട് എന്ത് തോന്നിയാവാസം കാട്ടുന്ന കുറേ പെൺകുട്ടികളുണ്ട് ഇതുപോലെ. വീഡിയോ ഒക്കെ ആയിട്ട് വന്നിട്ട് റീച്ച് ഉണ്ടാക്കുക. സമൂഹത്തിന് നന്മകൾ ചെയ്യാനോ പ്രവർത്തിക്കാനൊക്കെയാണ് ഈ സാമൂഹ്യ മാധ്യമങ്ങൾ. പക്ഷേ